ക്യാമറ ഒന്ന് കട്ട് ചെയ്യണം. എന്റെ 1 ലക്ഷം രൂപയുടെ ഫോൺ പോയി. സിനിമ മേഖല അത് ചേട്ടാ സിനിമയില് ചേട്ടൻ സിനിമയിൽ എന്ത് പറഞ്ഞു ചേട്ടാ? സിനിമയിൽ എന്താന്ന് പറ. നിനക്ക് ഫുഡൊന്നും വേണ്ടല്ലോ അല്ലേ? വേണ്ട, ഞാൻ ബാറ്ററിയിലാണല്ലോ അവിടുന്ന്. അക്ഷരത്തെറ്റാകത്തോ ഒരു 4-5 കെട്ടുണ്ട് ഇവിടെ എഴുതുന്നതല്ലേ അക്ഷരത്തെറ്റാ. ഇതൊക്കെ കഴിയുമ്പോഴായിരിക്കും എന്റെ അടുത്ത് പറയുന്നത്, എടാ നീ എന്തിനാണ് അങ്ങനെ പറയാ, നീ എന്തിനാ ഇങ്ങനെ പറയാ. ഞങ്ങൾ രണ്ടുപേരും ഭാഗങ്ങളാണ്. പണ്ട ഞാൻ തന്നെ ആയിരിക്കുമല്ലോ. അതാണ് മലയാളികളെ കുടുകൂടാ ചിരിപ്പിക്കുന്ന 2 മിടുക്കന്മാരുടെ അടുത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. എവിൻ ആൻഡ് കെവിൻ. ഹായ്. ഹായ്. അപ്പൊ നിങ്ങൾ തന്നെ എവിൻ ആൻഡ് കെവിൻ ആരാണെന്നൊന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിട്ടു. നിങ്ങൾക്ക് എന്നെ മാറിപ്പോവോ? കറക്റ്റാ. ഓക്കെ. അപ്പൊ എന്താണ് രണ്ടാളുടെയും പുതിയ വിശേഷങ്ങളൊക്കെ? പ്ലസ് വണ്ണിലായി. എങ്ങനെ ഉണ്ടായിരുന്നു? 10th ഉള്ള മാർക്കൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? 9+ ഉണ്ട്. ആ മിടുക്കന്മാരാണല്ലോ രണ്ടുപേരും. പേടിയൊക്കെ ഉണ്ടായിരുന്നോ ആർക്കെങ്കിലും ഒരാൾക്ക് കുറയോന്നൊക്കെ? എനിക്ക് 8+ ഉണ്ടായിരുന്നു. ആണോ? റിവാലുവേഷനിൽ കിട്ടി. റിവാലുവേഷനിൽ കിട്ടി. പേടിയായിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ അമ്മേനെ വിളിച്ചപ്പോഴും അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു പഠിക്കാനുണ്ട്, എക്സാം ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പഠിത്തത്തിൽ കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 പേരാണെന്ന് എനിക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഈ കട്ടുറുമ്പ് തൊട്ടിട്ടാണ് ഇപ്പൊ 2 പേരെയും ഇപ്പൊ ഏകദേശം ഒരു 7-6 വർഷത്തോളം ആയിട്ടുണ്ടാവും മലയാളികൾ ഇങ്ങനെ കണ്ട് മലയാളികളുടെ മുമ്പിൽ വളർന്നു വരുന്ന 2 കുട്ടികളാണ് 2 പേരും. അപ്പം ആ ഒരു കട്ടുറുമ്പിന്റെ അവിടെ നിന്നിട്ടുള്ള ഒരു വിശേഷങ്ങൾ നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു കട്ടുറുമ്പിലേക്കൊക്കെ എത്തിയത്? ആദ്യമേ TV-യിൽ ഇങ്ങനെ ഓഡീഷൻ വന്നായിരുന്നു. അപ്പൊ മൂത്ത ചേച്ചിയാണ് അത് കണ്ടത്. ചേച്ചി പറയാൻ ചുമ്മാ പോകുന്നു, കാര്യം കിട്ടത്തില്ലെന്ന് പറയും. ഞങ്ങൾ ഭയങ്കര നാണക്കാരായിരുന്നു, വെളിയിറങ്ങിയ ഭയങ്കര നാണ. അപ്പൊ കിട്ടത്തില്ലെന്നറിയാം, ലുലുകളൊക്കെ പോയി കണ്ടിട്ട് വരാം, വെറുതെ പോകാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് ഓരോ ആൾക്കാരെ കയറ്റി അടുത്ത ഞങ്ങള് കയറാറായി. ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ അടുത്ത് പാട്ട് പാടാമെന്ന് ചോദിച്ചു. പാട്ടൊക്കെ പാടിയിട്ട് അടിയുണ്ടാക്കുമെന്ന് ചോദിച്ച് അടിയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ തമ്മി ഉമ്മ വെക്കാന്ന് പറഞ്ഞപ്പോൾ ഉമ്മ വെച്ചപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സെലക്ട് ചെയ്തു. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഓരോ ദിവസം പഠിച്ച് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കും. പഴയ ഡബ് സ്മാഷ് ഒക്കെ എടുത്ത് ഓരോരുത്തരുടെ വോയിസ് വെച്ച് ഓരോ ആൾക്കാർക്ക് ഓരോ ക്യാരക്ടർ കൊടുക്കും. അങ്ങനെ ചെയ്യിപ്പിച്ച് ഇപ്പോഴും കാണാറുണ്ട് അത്. ഞാനിപ്പോ ഈ അടുത്തൊരു വാർത്ത വായിക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും ട്രെൻഡിങ് ആണ്. അപ്പൊ അതൊക്കെ കാണുമ്പോ കൂട്ടുകാരൊക്കെ എന്താ പറയാ? അത് കാണുമ്പോ കളിയാക്കും. ശബ്ദമൊക്കെ മാറി. ശബ്ദം ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ ബമ്പർ ചിരിയിലേക്ക് എത്തുകയാണെങ്കിൽ എപ്പോഴും അവരുടെ ആ ഒരു ഫുൾ ബമ്പർ അടിക്കുന്ന സീൻ തന്നെയാണ്. അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത്? ഈ സ്ക്രിപ്റ്റ് ഒക്കെ ഇവിടെയുള്ള ഈ ഒരു ഷൈ രീതിയിലല്ലോ നമ്മൾ നേരെ ടിവിയിൽ കാണുന്നത്. 2 എനർജറ്റിക് ആയിട്ടുള്ള 2 പയ്യന്മാരായിരുന്നു സ്റ്റേജിൽ ഫുൾ സെറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? സ്റ്റേജിൽ കയറുമ്പോൾ ടെൻഷനൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും ടെൻഷനാവും. ഇപ്പൊ ആദ്യമായിട്ട് ചെയ്താലും ഇപ്പൊ അവസാനമായിട്ട് ചെയ്താലും ടെൻഷൻ ഉണ്ട്. സ്റ്റേജിൽ കയറുമ്പോൾ എന്തോ ആവും, തെറ്റിപ്പോവോ കയ്യിൽ ആ ഒരു പേടിയാവും. പക്ഷെ എത്ര പ്രാവശ്യം ചെയ്താലും സ്റ്റേജിൽ കയറുമ്പോൾ ടെൻഷനാണ്. പക്ഷെ അവരുടെ ചിരിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ ഈ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ മഞ്ജു ചേച്ചിന്റെ ആദ്യത്തെ ഒരു ബസ് വന്നിട്ടുണ്ടാവില്ലേ? അതൊക്കെ കാണുമ്പോൾ തന്നെ എങ്ങനത്തെ കാണാറില്ല, പക്ഷെ ചിരിയൊക്കെ കേൾക്കുമ്പോൾ ബാക്കിയുള്ള പാട് ഇച്ചിരൂടെ എനർജി കയറ്റി കളയും. ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യും. നിങ്ങളുടെ ഒരു തമ്പി എന്നുള്ളൊരു തമ്പി ബേബി, അതിലുള്ള തമ്പി ബേബി എന്നുള്ള വിളിയൊക്കെ അന്ന് ജഗദീഷ് സാറും ഉണ്ടായിരുന്നു അല്ലേ? ആ ഒരു സ്കിറ്റിന്റെ എക്സ്പീരിയൻസ് ഒക്കെ അത് ഈ സീസണില് ആദ്യത്തെ സ്കിറ്റായിരുന്നു. അപ്പോൾ അത് കയറാൻ നേരത്ത് ഫസ്റ്റ് കുറെ സ്പെഷ്യൽ സ്കിറ്റൊക്കെ കയറുന്നുണ്ടായിരുന്നു. അതിന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം കയറും, പക്ഷെ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. കാര്യം ഞങ്ങൾക്ക് സ്കിറ്റ് കളിക്കാൻ പോകേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്കിറ്റായി, ആ സീസണിലെ ആദ്യത്തെ സ്കിറ്റായിരുന്നു. പേടിയുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ ചെന്നു, രാത്രിയിലായിരുന്നു അത്. ചെന്നു അപ്പോൾ കളിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചിരിയും ബമ്പറൊക്കെ അടിച്ച്. അവരൊക്കെ ഉള്ളപ്പോൾ കുറച്ചുകൂടെ ടെൻഷനായിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ എന്നാലും അവര് കണ്ടതെന്ന് വെച്ചാൽ ഞാനും ഇന്നിപ്പോ കാണുമ്പോൾ ഭയങ്കര നല്ല രീതിയിലാണ് 2 പേരും പെർഫോമൻസ് ചെയ്തത്. അതിന് മെയിനായിട്ട് പറയുന്നുണ്ട് സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് 2 പേരും ചെയ്തതെന്നൊക്കെ. അങ്ങനെ ഓരോ സ്റ്റേജ് ഒക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഞങ്ങള് കട്ടുമ്പോട്ട് ചെയ്ത് അവിടെയാണ് ഞങ്ങളുടെ ബേസ്. അവിടെ നിന്നാണ് ഞങ്ങൾ എങ്ങനെ ചെയ്യണം, എന്ത് ഇത് ചെയ്യണം അതൊക്കെ പഠിപ്പിച്ചത്. ഇപ്പൊ ബമ്പർച്ചിരിയില് ഞങ്ങൾക്ക് ഗ്രൂമേഴ്സ് ഉണ്ട്. ഈ കട്ടുറുമ്പിലുള്ള പോലെ തന്നെ
അപ്പൊ ഞങ്ങൾക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരാൻ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരിങ്ങനെ പറയും ഇങ്ങനെ ചെയ്യണം. ഇപ്പം കൂട്ടത്തില് ഷൈ ആണെന്ന് രണ്ടുപേരും ഷൈ ആണെന്ന് മനസ്സിലായി. ഇതിൽ ആരാ ഏറ്റവും കൂടുതൽ ഷൈ ആണോ? ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഷൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും പറയാറുണ്ടോ? ഒന്നും പറയാറില്ല. ഒന്നും പറയാറില്ല. ഷൈ ആകുമ്പോഴാ ഒന്നും ഉണ്ടാത്ത അല്ലേ ഞാൻ പറഞ്ഞോളൂ എന്നുള്ള ഇതില് ആണോ? എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞോ? ഇപ്പോഴോ ഇപ്പൊ പറഞ്ഞല്ലോ, അതിനെന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ അതും പറയില്ല. ഇതൊക്കെ കഴിയുമ്പോഴായിരിക്കും എന്റെ അടുത്ത് പറയുന്നത്, എടാ നീ എന്തിനാ അങ്ങനെ പറയാൻ, നീ എന്തിനാ ഇങ്ങനെ പറയാൻ. ആണോ? ആ സമയത്ത് ഒന്നും പറയാം. അങ്ങനെയൊന്നുമില്ല. രണ്ടാവും പാവം. ഇടി ഉറപ്പാ. ഇടി ഉറപ്പാ. ഇടിക്കോ? പിന്നെ ചെറുതായിട്ട് ഞാനല്ല തമ്മി ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്താ അവൻ ഒറ്റയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാറില്ല? ഇവൻ ഇപ്പൊ രാവിലെ കൂടെ ഇടിച്ചിട്ടാണ് ഇടിക്കാറില്ല. ഇല്ല, ചുമ്മാ കള്ളത്തരം പറയുന്നു. ആരായില് കള്ളത്തരം പറയുന്നിട്ട് ഞാനെങ്കിലും മനസ്സിലാക്കാം. ഞങ്ങൾ രണ്ടുപേരും പാവങ്ങളാണ്. ആണോ? കണ്ടോ, അവൻ ലാസ്റ്റ് അങ്ങനെ വെച്ചു രണ്ടുപേരും പാവങ്ങളാണ്. സൈക്കിൾ ഓടിച്ച് വീഴാൻ പോയി അങ്ങനെ ഒരു കഥയുണ്ടോ? എന്തായിരുന്നു ആ കഥ? അതിപ്പം പറയട്ടെ, ഞാനിങ്ങനെ പറഞ്ഞ് എല്ലാം അവനാ പറയുന്നത്, നീ പറഞ്ഞു. സമയമായിരുന്നു. അപ്പൊ വെളിയിൽ ആരും ഇല്ല. ഞങ്ങൾ ആ സമയം എപ്പോഴും സൈക്കിൾ ഓടിക്കും. രാവിലെ എഴുന്നേറ്റ് സൈക്കിൾ ഓടിക്കും, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ സൈക്കിൾ ഓടിക്കും. ഇവിടെ ആ വണ്ടിയൊന്നും ഇല്ല. അപ്പൊ വിശ്വസിച്ച് ഓടിക്കാം. ഇങ്ങനെ പോകും. ഒരു ദിവസം ഞങ്ങൾ പറഞ്ഞ് ആ ഇറക്കം അങ്ങ് ഇറങ്ങാന്ന്. ഇറക്കം ഇവന്റെ സൈക്കിളിന് ബ്രേക്ക് ഇല്ല. അപ്പൊ സാധാരണ ഇറക്കം ഇറങ്ങുമ്പോൾ ഞാനാ ഫ്രണ്ടിൽ പോകുന്നത്, ഇവൻ ഫ്രണ്ടിൽ പോകാറില്ല. അല്ലല്ല, ഇവനാ ഫ്രണ്ടിൽ പോകുന്നത്, ഞാൻ ഫ്രണ്ടിൽ പോകാറില്ല. ഇവന് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് എന്റെ ബ്രേക്ക് തേഞ്ഞു പോയി. എന്തോ ഒരു ഭാഗ്യക്കേടിന് ഞാൻ ആ തവണ ഫ്രണ്ടിൽ കയറി സൈക്കിൾ ഓടിക്കും. ഇവൻ ബാക്കില്ല. ഇവന്റെ ബ്രേക്ക് ആണെങ്കിൽ ഇവൻ ബ്രേക്ക് നിർത്തുന്നത് ഇത് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് കാലും വെച്ച് വീലെ ചവിട്ടി പിടിക്കുക. അപ്പൊ നിൽക്കും. ഇതെന്തോ ഒരു പ്രശ്നത്തിന് വണ്ടിക്ക് ഭയങ്കര സ്പീഡ് കൂടി. എന്നോട് പറയാ രക്ഷിക്കടാ എന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ സൈക്കിൾ മാറ്റി വെച്ച് ഇവൻ ആ വഴി അങ്ങ് പോയി. ആ വഴി ഇങ്ങനെ പോയി. പിന്നെ ഇവനെ പിടിക്കാനുള്ള ഇതുള്ളതുകൊണ്ട് ഇപ്പം എനിക്ക് ആകെ കൺട്രോൾ ഹാൻഡിൽ മാത്രമുള്ള കൺട്രോൾ ഉള്ളതുകൊണ്ട് അവൻ നേരെ തിരിച്ചിങ്ങനെ ഓടിച്ചു. പിന്നെ നല്ല സ്പീഡായോണ്ട് അവിടെ ഒരു പാറക്കല്ലുണ്ടായിരുന്നു, അത് ഇടിച്ച് ഇങ്ങനെ പറന്നുപോയി. പറന്നല്ല, ഇങ്ങനെ കറങ്ങിപ്പോയി. ഞാൻ സൈക്കിളിന്റെ എഴുന്നേറ്റ് അമ്മയുടെ അടുത്തൊന്നും പറയില്ല. അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ അതിന്റെ ഡബിൾ കിട്ടും. വീണ് കഴിഞ്ഞാൽ ഞങ്ങളൊന്നും അമ്മയുടെ അടുത്ത് പറയാറില്ല. പഠിച്ചു പിടിച്ചിരിക്കും. ഞാൻ നേരെ സൈക്കിള് ചവിട്ടിയില്ല, പതിയെ കയറ്റി ഇവിടെ ഇറക്കത്ത് കൊണ്ട് വെച്ചിട്ട് ഞാൻ അപ്പൻ്റെ അടുത്ത് പറഞ്ഞപ്പാ ഇനി ഞാൻ സൈക്കിൾ ഓടിക്കുന്നില്ല. അതല്ല ഇത് കണ്ടോ, കയ്യും കാലും മൊത്തം ചോരയായിരുന്നു. അപ്പൊ ഞാൻ കരയില്ല. മറ്റേ ബെറ്റാണല്ലോ ആ സാധനം എന്താണ് വെച്ച് കഴിയുമ്പോ ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ മൂന്നി പഠിക്കുമ്പോഴായിരുന്നു. ഇതേപോലെ നീ അമ്മേനോട് പറയണ്ടെന്ന് വിചാരിച്ച് വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അരട്ടി വീണ കഥയുണ്ട്. അതെന്താ? അത് ഇവിടെ പണ്ടൊരു അവക്കാടോടെ മരം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ ചെറിയ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ഞാൻ അതിന്റെ മണ്ട കീറിയിട്ട് ചെറിയൊരു തണ്ടുണ്ടായിരുന്നു, ചെറുത്, ഇത്ര നീളമുള്ള. അപ്പൊ അത് പാതി ഒടിച്ചിട്ടിട്ട് ഞാൻ പോയി. അപ്പൊ കാണാൻ ഭയങ്കര വൃത്തിയാടാ. അത് മാത്രം ഇങ്ങനെ പാതി ഒടിഞ്ഞ് ഞാൻ ഇങ്ങനെ നടക്കും. അപ്പൊ അത് ഓടിക്കല്ല. അപ്പൊ അപ്പം പറഞ്ഞ് എടാ അവനിട്ടുള്ള പണിയൊക്കെ പിന്നെ കൊടുക്കാം, നീ ഒന്ന് മേളിൽ കയറി ഒന്ന് പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം മേളിൽ കയറി ഒരു തണ്ട കൈ പിടിച്ച് ഇത് പറിക്കാൻ വേണ്ടി ബലം കൊടുക്കണമല്ലോ. ഇതിങ്ങനെ വലിച്ചിട്ട് കിട്ടുന്നില്ല. എന്തോ മണ്ടത്തരത്തിന് ഇവൻ രണ്ട് കൈയും കൊണ്ട് വലിച്ച് ഇത് പൊട്ടി. പക്ഷെ ഇവനും കൂടെ അതിൻ്റെ ഇടയിൽ വീണു. താഴെ വീണ് ഇവിടെ തലയൊക്കെ എന്തോ പൊട്ടി. അവിടെ ഒന്നും ഇല്ല. ഞാനിപ്പോ ഇവിടെ ഇരിക്കും. ശരിയാക്കിയ പറഞ്ഞു. ഇവിടൊക്കെ പോയി അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞില്ല. അപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അറിഞ്ഞില്ലായിരുന്നോ? ചേച്ചി പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും കിട്ടിയോ? വഴക്ക് പറഞ്ഞു. അപ്പൊ തന്നെ പോയി പറഞ്ഞിരുന്നു അമ്മ എന്തെങ്കിലും ചെയ്തായിരുന്നു. അപ്പം തന്നെ ഒന്ന് കിട്ടിയതല്ലേ? അപ്പം അപ്പ ഇല്ലായിരുന്നോ കൂടെ? അപ്പ ജാമ്യം ഒന്നില്ലേ രണ്ടാക്കും വേണ്ടിട്ട്? അപ്പൊ ഞങ്ങളൊന്നും പറയത്തില്ല. അപ്പൊ കൂട്ടുകെട്ടുള്ളൂ. ഇതില് ആരോ നീ മണ്ടനോ അങ്ങനെ ആരോ ഒരാളെ വിളിക്കല്ലോ? എല്ലാ പ്രാവശ്യവും മണ്ടനാന്ന് ഞാൻ. ഇവരെന്നെ എപ്പോഴും അങ്ങനെ പറയുന്നത്. അല്ലേ ഏതാ എനിക്ക് അറിയില്ല. മണ്ടൻ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ. അതാണ്. അതെന്താ നീ മണ്ടനെന്ന് പറയാൻ കാരണം? ഇപ്പം കുറെ പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കുക. അത് ചില നിഷ്കളങ്കന്മാരായിട്ടുള്ള മണ്ടന്മാരില്ലേ, അതുപോലെ അത് അവസ്ഥ ഉണ്ടായി. ഇപ്പൊ ഈ മരത്തിൽ നിന്ന് വീണ അത് മണ്ടത്തരം. അതവൻ അറിയില്ലായിരുന്നല്ലോ അത് പൊട്ടി കിടക്കിയിരുന്നു. ഞാൻ ഇപ്പൊ ചേച്ചിമാര് പണ്ട് വീട്ടിലുണ്ടായിരുന്നപ്പോ ഞാൻ ചേച്ചിമാരെ തലക്കിട്ട് വല്ല അടിച്ചിട്ട് ഞാൻ ഓടും. എന്നിട്ട് ഞാൻ പറയും ഇവനാണ്.
ഇവനെ തന്നെ അങ്ങ് വഴക്കും പറയും തല്ലുകയും ചെയ്യും. അപ്പൊ പക്ഷെ ഇവൻ പറയില്ലേ? ഇവൻ പറയും, പക്ഷെ ഇവൻ പൊട്ടനെ പോലെ അങ്ങനെ അങ്ങ് ഇരിക്കും. പിന്നെ വാതിലൊക്കെ അടച്ചിടുമ്പോ ഈ കർട്ടൻ ഇട്ടിരിക്കുന്നോണ്ട് കാണത്തില്ല. അപ്പൊ അമ്മ പ്രത്യേകിച്ച് പറയും, ഓടരുത്, അടച്ചിട്ടേക്കും. ആ ശരിയെന്നും പറഞ്ഞ് ആ വഴി അങ്ങ് നേരെ പോയി തലയിടിച്ചിട്ട് വരും. അറിയാതെ പറ്റുന്നതല്ലേ, നിനക്കും പറ്റിയിട്ടിരിക്കില്ലേ? ഇത്രയും പറ്റിയിട്ടില്ല. നിങ്ങൾ തന്നെ ഒരു കൺക്ലൂഷൻ ആരാണ് ഏറ്റവും കൂടുതൽ പറ്റും തന്നെയാണ് ആണോ? അതോ തർക്കിച്ചിട്ട് കാര്യമില്ല. രണ്ടുപേരും സ്കൂളിലൊക്കെ എങ്ങനെയാ? അവരുടെയും സ്കിറ്റും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാറുണ്ടോ? സ്കിറ്റ് കഴിഞ്ഞിട്ടാ സ്കൂളിൽ പോകുന്നത്. സ്കിറ്റ് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി ടൈം കിട്ടുന്നുള്ളൂ. സ്കൂളിൽ അങ്ങനെ പരിപാടിയൊന്നും അധികം ചെയ്യാറില്ല. ഇടയ്ക്കിടയ്ക്ക് വലിയ പരിപാടി ഉള്ളപ്പോ സ്കിറ്റ് കളിക്കാൻ പറയാം, അപ്പൊ സ്കിറ്റ് കളിക്കും. അങ്ങനെ ക്ലാസ് ഒക്കെ മിസ് ആവാറുണ്ടോ? ഇപ്പൊ അധികം ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങള് ഒത്തിരി ഒന്നും അങ്ങോട്ട് പോകുന്നില്ല, ഇടയ്ക്കിടയ്ക്കാ പോവാറുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാ രണ്ടുപേരുടെയും? എല്ലാവരും നല്ല കൂട്ടാ. നല്ല കൂട്ടാണോ? ഓക്കെ. നിങ്ങളുടെ സ്കിറ്റ് ഒക്കെ കാണാൻ ഇത് പ്രാവശ്യം വന്നോട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ടോ? ഇപ്പൊ കൂട്ടുകാരന്മാര് അങ്ങനൊന്നും ചോദിച്ചിട്ടില്ല. പരിപാടി ഉണ്ടെന്ന് പറയുമ്പോ ഇരുന്ന് കാണും, പിറ്റേ ദിവസം വരുമ്പോ നല്ലായിരുന്നൊക്കെ പറയും. നല്ലയാന്നൊക്കെ പറയും. ഇപ്പം ഒരു ഏതെങ്കിലും ഒരു സ്കിറ്റ് ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ ഷെയിൻ്റെ ഒക്കെ ഒരു കുറെ കാണിച്ചു തന്നിട്ടില്ലേ? അതിനെന്തെങ്കിലും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും അറിയാം? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കുറച്ച് നാളായത്. എനിക്ക് ഞാൻ കണ്ടു ചിരിച്ചൊരു സംഭവം, ഇങ്ങനെ ചാടി ചാടി വന്നിട്ട് മടി കയറി കുത്തിരുന്നില്ലേ? അത് നല്ല രസമുള്ളായിരുന്നു. അതൊന്നും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ രണ്ടാൾക്ക്? ചേട്ടാ, അപ്പൊ ചേട്ടനോടുള്ള അടുത്തൊരു ചോദ്യമുണ്ട്. ചോദിച്ചോട്ടെ? ചോദിക്കാലോ. ചേട്ടൻ എങ്ങനെയാണ് ഈ സിനിമ കയറിയപ്പോ? അതെ, ഈ സിനിമ മേഖലയിൽ പിന്നെ എന്ത് സിനിമ മേഖല അത് ചേട്ടാ സിനിമയില് എന്ത് വരുന്നു ചേട്ടാ? സിനിമയിൽ എന്താന്ന് പറ ചേട്ടാ. ഞാൻ പറയട്ടെ, ചേട്ടനൊരു സീറ്റ് തന്നിട്ടുണ്ട്. ചേട്ടൻ അപ്പൊ അവിടെ ഇരിക്കണം, എന്റെ മടിയിൽ ഇരിക്കില്ല. ഈ സീറ്റാ കുറച്ചുകൂടെ കംഫർട്ടബിൾ. താൻ അവിടെ ഇരിക്കണം. എത്ര പെട്ടെന്നാണ് നിങ്ങൾ ചെയ്തത്? അതാണ് എനിക്ക് നല്ല ഷൈ ആണെന്നൊക്കെ പറയുന്നേ. ഇത് അവിടെ കളിച്ചു വരുന്നത്. പക്ഷെ എന്നാലും വളരെ നല്ല രസമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേപോലെ എന്തൊക്കെ ഇത് ഇപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നായിരുന്നു ഈ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നത് ആരാ? നിങ്ങൾ തന്നെ? ഗ്രൂമേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും സ്ക്രിപ്റ്റ് എഴുതണം അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് അതായത് അപ്പൊ തന്നെ തരില്ല, 4 ദിവസം ഉണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ഇരുന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. ഓരോ ആൾക്കാരുണ്ട്, ഒരു ഗ്രൂമേഴ്സിന് തന്നെ 4 ടീം കാണും. അതിലൊരു ടീമായിരിക്കും ഞങ്ങൾ. അപ്പൊ ഞങ്ങളെ വിളിച്ചിട്ട് കണ്ടന്റ് ആദ്യമേ പറയും. അത് കഴിഞ്ഞ് പിന്നെ എന്തേലും അതിൽ കിട്ടുന്ന കൗണ്ടർ ഇങ്ങനെ പറഞ്ഞു നോക്കും. എന്തേലും ഒരു കൗണ്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. എടാ ഒന്ന് പറഞ്ഞെന്ന് പറയും. ഞങ്ങൾ പറഞ്ഞു നോക്കുമ്പോ കൊള്ളാമെങ്കിൽ അത് ഇവൻ എഴുതിയിടും. കൊള്ളത്തില്ലേ വേണ്ടെന്ന് ഞാനാ കേട്ടോ എഴുതുന്നത്, ഇവ എഴുതത്തില്ല. അക്ഷരത്തെറ്റാകട്ടോ. ഒരു 4-5 കെട്ടുണ്ട് ഇവിടെ. എഴുതുന്നതല്ല അക്ഷരത്തെറ്റാ. നീ എഴുതുന്ന പോലും ഇല്ലല്ലോ. മലയാളത്തിന് എങ്ങനെയാണ് A+ കിട്ടിയ? അത് പഠിച്ചു കാര്യമില്ല. ഇത് പെട്ടെന്ന് എഴുതുന്നതുകൊണ്ടൊന്നും കിട്ടുന്നില്ല. മലയാളത്തിലേക്ക് A+ കിട്ടിയത് ഒരു വലിയ ചോദ്യം അവന് ചോദിച്ചിട്ടുണ്ട്. മലയാളം നമ്മുടേതായിട്ടുള്ള രീതി എഴുതണ്ടല്ലേ, അത് വായിക്കുമ്പോ വേറെ ഭാഷയാണ്, എഴുതി വെക്കുന്ന വേറെ എന്താണ്. അത് ആ സമയം പെട്ടെന്ന് എഴുതേണ്ട വരുന്നത് കൊണ്ടാ നമ്മുടെ മൈൻഡിൽ ഒരു ഇത് വാക്ക് വരുമ്പോ പെട്ടെന്ന് എഴുതും. അല്ലാതെ ഞാൻ ഇത് ഓർത്തൊന്നും എഴുതുന്നല്ല. ഒരു സംഭവം പറയും, അത് ചുരുക്കി ഞാൻ എഴുതും. ചുരുക്കി എഴുത്തും അബദ്ധം. ചുരുക്കി എഴുത്ത് അത് വായിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടായിരുന്നോ? ചില ഇപ്പൊ കറക്റ്റായി വരുന്നുണ്ട്. ആദ്യമായിട്ടൊക്കെ എഴുതുമ്പോ മൊത്തം തെറ്റാ. എടാ വിചാരിച്ചാ ശരിയാക്കാം, ഞാൻ ചുമ്മാ എഴുതി എടുക്കും. നമ്മളപ്പം തന്നെ അങ്ങ് റഫായിട്ട് അങ്ങ് എഴുതുന്നതാ. അത് അത്രേ ഉള്ളൂ. നീ കണ്ടില്ലേ നിന്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളും പറ. അവര് 4 ദിവസം വീണ്ടും പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ 4 ദിവസത്തെ പ്രാക്ടീസ് കഴിയുമ്പോഴായിരിക്കും ഞങ്ങളുടെ ഷൂട്ടിംഗ് ഡേറ്റ് വരുന്നത്. അപ്പൊ സ്കിറ്റ് കിട്ടും. ഈ തമ്പിയുള്ള ആ ഒരു ഇതിലും നിങ്ങളുടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു? അതോ കംപ്ലീറ്റ് അവരുടെ തന്നെയായിരുന്നു? അതായത് അവരെപ്പോഴും തരും നമുക്ക്, പക്ഷെ അത് മാറി അവരിപ്പോ ഞങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ടീമിനെ വിളിക്കില്ല. ആ സമയത്ത് ഞങ്ങൾ പോയിരുന്നു പറഞ്ഞു നോക്കും, എങ്ങനെ പറയണം, ഏത് രീതിയിൽ പറയണം, ഏത് മോഡുലേഷനിൽ പറയണം. അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൗണ്ടർ മാത്രമായിട്ട് ഇങ്ങനെ പറയും. പിന്നെ അത് ഏത് രീതിയിൽ പറഞ്ഞു നോക്കും, എങ്ങനെ ഈ രീതി പറയാം, ആ രീതി പറയാന്ന് ഞങ്ങൾ പറഞ്ഞ് കറക്റ്റ് ആക്കും. എങ്ങനെ സ്റ്റേജിൽ വെച്ച് എന്തേലും ഒരു കയ്യിൽ ജസ്റ്റ് സ്ലിപ്പായി കഴിയാൽ എന്തേലും കയ്യിൽ നിന്നിട്ട് അവിടെ പറയും. ഈ അത് സ്പോട്ടിൽ തന്നെ ആയിരുന്നല്ലോ.
ഈ പഞ്ചറൊട്ടിക്കുന്ന ഒരു സ്കിറ്റും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലുള്ളത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ മറ്റേ കൗണ്ടറും കാര്യങ്ങളൊക്കെ? അത് അത് അതിന് മുമ്പ് കളിച്ച സ്കിറ്റ് മൊത്തം 15 അടിച്ച് കിടക്കും. ഞങ്ങള് താന്ന് കിടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഭയങ്കര വിഷമമായിപ്പോ ഇനി കളിക്കുമ്പോ കേറുവോ ഇല്ലയോ, മുടിയെല്ലാം വെട്ടി പറ്റയടിച്ച് പോയേക്കുവായിരുന്നു. എന്തോ ഒരു വലിയ പ്രതീക്ഷയില്ലായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം എന്തോ. അപ്പൊ അവിടെ ചെന്ന് സ്കിറ്റ് എല്ലാം കിട്ടി. കുഴപ്പമില്ല, നല്ല ഞങ്ങൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് എന്റെ തൊണ്ട പോയി. ഞാൻ അതിനകത്തൊരു മാമനേട്ട ദേഷ്യമുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ ഒത്തിരി അലറുന്നൊക്കെ ഇതുണ്ട്, അലറ് സംസാരിക്കുന്നുണ്ട്, എപ്പോഴും ചെയ്ത് എന്റെ തൊണ്ട അടങ്ങി. അതിപ്പോ ഫ്ലോറിൽ കയറിയപ്പോ കറക്റ്റ് രസം ഉണ്ടായിരുന്നു, ഒരു ബാസുള്ള ശബ്ദമായിരുന്നു. കേറി കളിച്ച് ഗോൾഡൻ അടിച്ച്. ഗോൾഡൻ അടിച്ചിരുന്നു. അതില് നീ ആണല്ലോ അപ്പൊ പറയുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ ഫുഡൊന്നും വേണ്ടല്ലോ, അതെന്തായിരുന്നു ആ ഡയലോഗ്? ഫുഡ് വാങ്ങാൻ പോവാ, ഞാനിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണം തുടങ്ങി ഞാൻ പോകും. ഞാൻ പിന്നെ ഒരു ഇതായിട്ട് നിനക്ക് ഫുഡൊന്നും വേണ്ടല്ലോ അല്ലേ? വേണ്ട, ഞാൻ ബാറ്ററിയിലാണല്ലോ അവിടുന്ന്. ഇതൊക്കെ നല്ല രസമായിട്ട് അപ്പൊ നല്ല ഹ്യൂമർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് മഞ്ജു ചേച്ചിയൊക്കെ തന്നെയായിരുന്നു അല്ലേ? അവരുടെ എപ്പോഴും എന്തെങ്കിലും ടിപ്സ് ഒക്കെ അവര് തരാറുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യണം ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? അവരിപ്പോ ആദ്യമായിട്ടൊക്കെ വരുമ്പോ പറയും, നിങ്ങൾ ആദ്യമായിട്ട് സ്കിറ്റ് കളിക്കുമ്പോ മക്കളെ ഇനി ഇതും കൂടെ ശരിയാക്കിയാൽ മതി. മഞ്ജുവിന്റെയൊക്കെ ആദ്യമായിട്ട് വരുന്ന എല്ലാരോടും പറയും, നിങ്ങൾ ഇച്ചിരി കൂടെ ഇതാക്കണം. പറയും. ഇനി ഞാൻ റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. അപ്പൊ അവരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മഞ്ജു ചേച്ചിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് മഞ്ജു ചേച്ചിനെ കുറിച്ച് പറയാം? ഒരു അമ്മയെ പോലെ, വഴക്കൊക്കെ പറയും. എപ്പോഴെങ്കിലും വഴക്ക് കേട്ട എന്തെങ്കിലും ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? അങ്ങനെ ഭയങ്കര ദേഷ്യമായിട്ട് കണ്ടു കഴിയുമ്പോ ചെവിക്കുക പിടിക്കുക, ഞങ്ങളെ കാണുമ്പോ ചെവിക്ക് പിടിക്കുക, എന്നാണ് എന്നൊക്കെ ചോദിച്ചു. നൈസാണ്. ഓക്കെ, അടുത്ത ആള് കാർത്തിക്. കാർത്തികേട്ട ഞങ്ങളെ ഈ ഒരു ഏജില് ഉള്ള ആളെ ഞങ്ങളെ കൂട്ടുകാരുന്ന് പാവാണ്. എന്തെങ്കിലും പറ. ഇവരെല്ലാം പറയാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ രണ്ടുപേരും കേൾക്കുന്നുണ്ട്. ഇനി നിന്റെ ഒരു ഒപ്പീനിയൻ പറയാനുണ്ട്. പിന്നെന്താ ചെയ്യാ. ഓക്കെ, ഇനി അടുത്ത ആള് സാബു ചേട്ടൻ. സാബുങ്ങളെന്ന് പറയുന്നത് എന്ത് പറയാ, എന്താ പുള്ളി ആള് പാവാ, ഉള്ളില് പാവാ. പുറത്ത് കാണുമ്പോ ഭയങ്കര ഇതായിട്ട് തോന്നും, ഉള്ളില് പാവാ. ഉള്ളില് പാവായിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അടുത്തത് നസീർക്ക്. നസീർക്ക് ഭയങ്കര കോമഡിയാ. ആണോ? പക്ഷെ ഏറ്റവും കൂടുതൽ ഒന്ന് ബസറ അടിച്ചു കിട്ടാൻ കുറച്ച് പാടാണ് കോമഡി. അതെ. അപ്പൊ എന്താ തോന്നിയിട്ടുള്ളത് നസീർക്ക്? ആള് പാവാണല്ലോ, പിന്നെ എന്താ ഇത്ര പെട്ടെന്ന് ചിരിക്കാത്തെന്ന് തോന്നിയിട്ടുണ്ടോ? അത് പുള്ളിക്ക് വേണ്ടി മാത്രമായിട്ട് കുറെ നല്ല കൗണ്ടറുകൾ അവസാനം കൊണ്ടിടും. സ്കിറ്റ് കളിക്കുമ്പോ തന്നെ ചിലപ്പോ പ്ലാൻ ചെയ്യും. എല്ലാരും അങ്ങനെയല്ല, അവിടെ കളിക്കാൻ വരുന്ന ഇതിന് ചിലപ്പോ മഞ്ജു ചേച്ചി ചിരിക്കായിരിക്കും, ഇതിന് സാബുണ്ണ ചിരിക്കും, നസീർക്ക് ഇത് മതി അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും. എല്ലാരും അങ്ങനെ അവിടെ കൗണ്ടർ സെറ്റ് ചെയ്യുന്നത്. ചിലപ്പോ ഒരാള് ആദ്യമേ തുടക്കം, ചിലപ്പോ ഒരാള് ഫ്ലോറിലായിരിക്കും, അവിടെ ആ വിഷയം പറയും. എന്തുവാ, ചിലപ്പോ പഞ്ചായത്തിനെ കുറിച്ചായിരിക്കും, പഞ്ചായത്തിൽ വെള്ളമില്ല, അത് ആദ്യമേ ഞാൻ പറഞ്ഞു തീർക്കും. അത് കഴിഞ്ഞായിരിക്കും ഇവന്റെ എൻട്രി വരുന്നത്. അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നായിരിക്കും സ്കിറ്റ് തുടങ്ങുന്നത്. അത് എനിക്കൊരു കൗണ്ടർ ഉണ്ട്, ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ഇവനായിരിക്കും കൗണ്ടർ. ഞങ്ങൾ അങ്ങനെ എഴുതുന്നത്, അല്ലെ ഫുൾ ഒരാൾക്കായിട്ടല്ല, ഇങ്ങനെ മാറി 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 ഇങ്ങനെ. ഇനി ഇടയ്ക്ക് വരുന്ന പോകുന്ന ആളാണ് രമേശ് പിഷാരടി. പുള്ളിക്കാരനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അഭിനയിച്ച സിനിമയെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഇരുന്ന് പെട്ടെന്ന് നമ്മുടെ കിട്ടത്തില്ല. സ്റ്റേജിൽ ടെൻഷനോടെ കയറുന്നുണ്ട്, പെട്ടെന്ന് ചോദിക്കുമ്പോ കിട്ടത്തില്ല. ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഫ്രീ മൈൻഡ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതാന്ന് പറയാം. സ്കിറ്റ് കളിക്കാൻ കയറുന്നതിന് മുമ്പായിരുന്നു. അപ്പൊ ഇനി അതോർത്തിരിക്കണം, സ്കിറ്റും മറന്നു പോലോ എന്നുള്ള ഇതിലായിരുന്നു. പെട്ടെന്ന് പറയാൻ ഒന്നും കിട്ടത്തില്ല. ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ ആ സമയത്ത്? ഇതൊക്കെ കഴിഞ്ഞ് ക്ലാപ്സ് ഒക്കെ കിട്ടുമ്പോ എന്താ തോന്നാറ്? ഒരു സുഖമാണ്, പ്രത്യേക സുഖമാണ്. ഈ SSLC പരീക്ഷ അവസാനം എഴുതി കഴിയുമ്പോൾ ഒരു സുഖമുണ്ട്. അതുപോലെയൊക്കെ തന്നെ പരീക്ഷയൊക്കെ അവസാനത്തെ വലിയ പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. ഇനി ഇല്ലല്ലോ, ഇന്നത്തെ ദിവസം സുഖമാണ്. അതുപോലത്തെ ഒരു സുഖം.
രണ്ടുപേർക്ക് ഈ സ്കിറ്റ് ഒന്നും അല്ലാണ്ട് സ്പോർട്സ് ഒക്കെ താല്പര്യമുണ്ടോ? ഫുട്ബോൾ കളിക്കും. ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. ആരാണ് നല്ല പ്ലെയർ? ഏത് നല്ല പ്ലെയർ ആ, നിങ്ങൾ ആരാണ് ഫുട്ബോൾ നന്നായിട്ട് കളിക്കുന്നത്? കളിക്കും. കളിക്കും, നല്ല രീതിയിൽ തന്നെ കളിക്കും. ഓക്കെ. ആരെയും ഏറ്റവും ഇഷ്ടമുള്ള ടീം ആരാണ്? ബ്രസീൽ. ഞാനും ബ്രസീൽ. രണ്ടുപേർക്കും ബ്രസീലാ? ഓക്കെ. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ അവരെയൊക്കെ കളി കാണാറുണ്ടോ? പക്ഷെ എന്നാലും ഞങ്ങക്ക് വേൾഡ് കപ്പ് ആണ് താല്പര്യം. അപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ബ്രസീലിന്റെ കളിയൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി ഇങ്ങനെ വരെ വന്ന് പിന്നെ പാതിയായപ്പോ ഒരു വിഷമമായി പോയി. എൻജോയ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണ് ബ്രസീല്. ഓരോ ഗോൾ അടിച്ച് അവരെല്ലാരും കൂടെ എൻജോയ് ചെയ്യും. അപ്പൊ ഞാൻ എല്ലാരും കണ്ടോണ്ടിരിക്കുമ്പോ ഫൈനൽ വരെ എത്തുമായിരിക്കും. പക്ഷെ എത്തിയില്ല. മെസ്സി കപ്പടിച്ചപ്പോ എന്ത് തോന്നി? മെസ്സി കപ്പടിച്ച് സന്തോഷം. അങ്ങനെയൊന്നും പിടിച്ചത് എന്നാലും ബ്രസീലിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഈ ബ്രസീൽ ഫാൻസും അർജന്റീന ഫാൻസും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാറൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വാക്കുപോരുകള് അങ്ങനെ കോളേജ് സ്കൂളിലൊക്കെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ഞങ്ങളങ്ങനെ ഗുസ്തിയൊന്നും ഉണ്ടാക്കാറില്ല. കാര്യം അവരുടെ ശത്രുത ബ്രസീലും പോട്ടെ അർജന്റീനയും പോർച്ചുഗലും ആയിരിക്കും. ഇവര് ക്രിസ്ത്യാനോ മെസ്സി ഇവര് തമ്മിലാണ് എപ്പോഴും അടി. അതിന്റെ സൈഡിൽ നിൽക്കുന്നതാണ് ബ്രസീല്. ഞങ്ങൾ പറയും എല്ലാ ടീമും ഇഷ്ടം. എന്നാലും ഒരു പൊടിക്ക് ആരും ഇഷ്ടക്കേടൊന്നുമില്ല. അമ്മമാരുടെ അടുത്ത് ചോദിക്കുമ്പോഴും അതാ പറയുന്നത്. പിന്നെ എന്നത്തിനാ ഗുസ്തി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചോദിക്കും ക്രിസ്ത്യാനോനെ ഇഷ്ടമില്ലേ മെസ്സി? എടാ അല്ല ഇഷ്ടമില്ല ഒന്നുമില്ലടാ, പുള്ളിക്കാരന് ഇഷ്ടം. എന്നാലും മെസ്സിയാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയും. പിന്നെ എന്നത്തിന് നമ്മൾ ഗുസ്തി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്ലെയർ ആരാ? നെയ്മർ. അത് വേറെ ആവില്ലല്ലേ, നമ്മുടെ സ്വന്തം നെയ്മർ. ഇപ്പൊ നെയ്മറിന് പരിക്ക് കാരണം കളിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ എന്താ തോന്നുന്നത്? സങ്കടമുണ്ട്. ഒന്നും ഇല്ലാതെ പുള്ളി നല്ല രീതിയിൽ ഇപ്പോഴും കളിച്ചു പോയത്. ഇനി രണ്ടുപേരുടെ സിനിമ വിശേഷങ്ങളൊക്കെ ഒന്ന് കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അറിയാം. അതിന്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഇപ്പൊ ഞങ്ങള് ബമ്പർച്ചിരി വന്നതിന് ശേഷം 2 സിനിമയായിരുന്നു. അത് ഞങ്ങള് 2 പേരും ഉണ്ടായ സിനിമയില് ഇരട്ടകളായിട്ട് തോൽവി എഫ്സിയും പിന്നെ കൽബും. അതിന് പണ്ട് ചെയ്ത ചെറുപ്പകാലമായിട്ടുള്ള പണ്ട് ഞങ്ങള് അതിന് മുമ്പ് 3 സിനിമയായിരുന്നു. ഞാനൊരു സിനിമ, ഇവനൊരു സിനിമ, പിന്നെ ഞാൻ അല്ലാതെ ഒരെണ്ണം കൂടെ ചെയ്ത്. പക്ഷെ അത് ശരിക്കും ഇവനെയാ വിളിച്ചത്. അതെന്തായി മാറിപ്പോയി? ഇവനെയാ വിളിച്ചത്. പക്ഷെ എനിക്ക് അന്ന് പോവാൻ താല്പര്യം അവധിയായിരുന്നു. അപ്പൊ ഞാൻ അളിയന്റെ വീട്ടിലൊക്കെ പോയി മീൻ പിടിക്കാനൊക്കെ പോയി. ഇവൻ പക്ഷെ അവിടെ പോയിരുന്നു. പക്ഷെ ഇവന്റെ വീട്ടിലാണ് ഞാൻ അവിടെ അറിഞ്ഞത്. അപ്പൊ അവർക്ക് മനസ്സിലായില്ലേ? അവർക്ക് ആരെങ്കിലും കിട്ടിയാൽ മതി. നിങ്ങൾ ആരെങ്കിലും കിട്ടിയ പോലെ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അത് സ്കിറ്റ് കളിക്കുന്നതിലല്ല അഭിനയം, അത് വേറെ. സ്കിറ്റില് നമ്മൾ ഇച്ചിരി കൂടെ കുറച്ചും കൂടി അഭിനയിച്ച് കളിപ്പിക്കാൻ. അഭിനയം നോർമല് ലൈഫ് കൊടുത്ത്. ഇനി സിനിമയിലേക്കൊക്കെ താല്പര്യമുണ്ടോ? എന്താ ഏത് ക്യാരക്ടർ കൂടുതൽ ചെയ്യണമെന്ന് താല്പര്യം? കോമഡി വേഷങ്ങള് ചെയ്യാനുണ്ട്. കോമഡി വേഷങ്ങള്. സിനിമയിൽ ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ആക്ടേഴ്സ് ആരൊക്കെയാണ്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് സുരാജ് അങ്കിളിനെ ഇഷ്ടമാണ്. പിന്നെ ബേസിലേട്ടനെ ഇഷ്ടം. ടോവിനോ. ഇവരുടെയൊക്കെ പുതിയ സിനിമ പോയി കണ്ടോ? ഇന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ. ഓക്കെ. ഇനി നടിമാരെ നോക്കുകയാണെങ്കിലോ? നടിമാരെ നോക്കുവാണെങ്കിൽ അയ്യോ അത് ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എല്ലാവരും ഇഷ്ടമാണ്. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ. മലയാളം സിനിമ മാത്രമാണോ അതോ തമിഴ് സിനിമ? തമിഴാണ്. തമിഴിൽ ആരെയും ഇഷ്ടം? വിജയുടെ ഇപ്പൊ ലാസ്റ്റ് മൂവിയിലേക്കൊക്കെ പോവാ. അപ്പൊ എന്താ ഒരു വിജയ് ഫാൻ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ചെയ്യാൻ ഉണ്ട്, പക്ഷെ നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, പഴയ പടം തന്നെ ഇരുന്ന് കാണുക. പഴയ പടം തന്നെ ഇരുന്ന് കാണുക. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വരുന്നത്? നീ പഠിത്തത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടുപേരും ഏത് കോഴ്സാണ് എടുത്തിരിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ്. രണ്ടുപേർക്കും ഇഷ്ടമായിട്ട് തന്നെ അതന്നെ സെലക്ട് ചെയ്തതാണോ? ഇനി ഭാവിയിലും ഈ കമ്പ്യൂട്ടർ കോഴ്സിന്റെ അടുത്ത സെക്ഷൻ ഓക്കെ. ആരാ അവിടെ നിന്ന് ആഗ്രഹം? തീരുമാനിച്ച അതായത് സിനിമയാണ് നമ്മള് ഈ IT ഫീൽഡിലേക്കുള്ള. ഒന്നെങ്കിൽ സിനിമ അല്ലെങ്കിൽ IT ഫീൽഡിൽ നിന്നാണോ അതോ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണോ? സിനിമ അതിന്റെ കൂട്ടത്തിൽ പോകുന്നു. ഓക്കെ.
അപ്പൊ എന്തായാലും ഇനിയിപ്പോ കുറെ തിരക്കുകൾ ഉണ്ടെന്നും മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ കുറെ ഷൂട്ട് ഉണ്ട്, മെമ്പർഷിപ്പ് കുറെ ഉണ്ടെന്നും പറഞ്ഞു. അതേപോലെ തന്നെ ഇനി സ്റ്റേജ് ഷോസ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്കിറ്റിന്റെ ഒരു ഭാഗം, ചെറിയൊരു ഭാഗം നമുക്ക് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒരു സ്കിറ്റ് ചെയ്തു, ഈ ഇടയ്ക്ക് ചെയ്തതാ. അതിലൊരു ഞാനൊരു ഗുണ്ടായിട്ടാ. അപ്പൊ ഞാൻ ആരാധന മൂത്തിട്ട് ഇവൻ ഗുണ്ടായിസം കൊണ്ട് ആരാധന മൂത്തിട്ട് ഇവന്റെ വീട്ടിൽ എനിക്ക് സൽക്കരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ട് വരുന്നത്. എന്റെ അച്ഛൻ യേശുദാസിന്റെ ഭയങ്കര വലിയൊരു ആരാധകൻ, അതുകൊണ്ടാണ് എനിക്ക് യേശുദാസ് എന്ന് പേരിട്ടിരിക്കുന്നത്. അല്ല, പറഞ്ഞ പോലെ തന്റെ പേരെന്ത് വരുന്നു? ഷക്കീലൻ. അപ്പൊ അച്ഛൻ അതന്നെ അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തമ്പി ബേബി എനിക്കിതിന്റെ കോൺട്രാക്ട് വേണം. ചെവിയിൽ വിരലിട്ടിളക്കുന്നതിന് കോൺട്രാക്ട് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണും. രണ്ടുപേരുടെ ഓണവിശേഷങ്ങൾ. ഇപ്പൊ ഞാൻ ഓണം വരികയാണ്, നിങ്ങളുടെ കഴിഞ്ഞ കൊല്ലത്തെ ഓണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എന്തൊക്കെയായിരുന്നു ഒരു ആ ഓണം ആഘോഷം എങ്ങനെയായിരുന്നു? ഞങ്ങള് ഓണാകുമ്പോ സദ്യയൊക്കെ ഉള്ളു. ഞങ്ങള് ചേച്ചിമാരൊക്കെ വന്ന് ഞങ്ങള് കസിൻസ് എല്ലാരും വരും ഓണാകുമ്പോ. ഈ വീട്ടിലായിരുന്നു, ഇത് കുടുംബ വീടാ. അപ്പൊ കസിൻസ് എല്ലാരും ഇവിടെ വന്ന് സദ്യയൊക്കെ ഉണ്ടിട്ട് ഞങ്ങള് ഓണക്കളി കളിക്കും. രസമായിരുന്നു. നിങ്ങള് അധികം എന്തൊക്കെ കളികളാണ് കളിക്കുക? വടംവലി വിളിച്ചു ബാക്കിയില്ല, കസാരക്കളിയായിരുന്നു. കസാരക്കളി അധികം രണ്ടുപേരിൽ ആരെങ്കിലും ജയിക്കുക? ഞങ്ങള് എങ്ങനെ കളിക്കാറില്ല, അവരൊക്കെയാ കളിക്കുന്നത് കൂടുതല്. ഞങ്ങള് കളിക്കുക എന്നാലും ജയിക്കുന്ന കൂടുതൽ ഇങ്ങനെ. അതാണോ അവര് എളിമ? അങ്ങനെ ഭാഗ്യം വെച്ച ഭാഗ്യം വെച്ചിട്ട് അവര് ആന്റിമാരും അങ്കിളുമാരും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ചേട്ടന്മാര് അവരൊക്കെയാണ് കൂടുതലും കളിക്കുന്നത്. അവരൊക്കെ കൂടുതൽ ഓണക്കളിയൊക്കെ കളിച്ച്. ഓക്കെ, ഇനിയിപ്പോ അടുത്ത പുതിയ ഓണം വരാൻ പോവാണ്. അപ്പൊ ഓണത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ രണ്ടുപേരുടെ? ഓണക്കോടിയൊക്കെ എടുത്തോ? ഇല്ല, ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്ക് ഓണത്തിന് പ്രോഗ്രാം ഉണ്ടല്ലേ? അതാണ്, വളരെ തിരക്കുള്ള ആൾക്കാരാണ്. ഇപ്പൊ സ്കൂളിൽ എന്തായാലും ഓണാഘോഷം ഉണ്ടാവിരിക്കല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ ഓണാഘോഷമൊക്കെ? നല്ലായിരുന്നു. അവിടെ പരീക്ഷയ്ക്ക് മുമ്പായിരുന്നു ഓണം. സാധാരണ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്തവണ എന്താണെന്നറിയില്ല, പരീക്ഷയ്ക്ക് മുമ്പായിരുന്നു ഓണം. നല്ലായിരുന്നു. ഓണത്തിന് അപ്പൊ രണ്ടുപേരും ഒരേ ടീമിലായിരുന്നു, അത് വേറെ വേറെ ടീമിലൊക്കെ? അല്ല, അവിടെ ഓണക്കളികളില്ല, ജസ്റ്റ് ഓണാഘോഷം മാത്രമല്ല അല്ലേ? ഓക്കെ, ഇപ്പം പ്രോഗ്രാംസിലേക്ക് തന്നെ വരാം. ഈ പ്രോഗ്രാംസിൽ നിങ്ങൾ പറഞ്ഞല്ലോ കൗണ്ടേഴ്സ് ചിലതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ കൗണ്ടേഴ്സ് ചെയ്യുമ്പോൾ ലൈക്ക് എന്തെങ്കിലും റെഫറൻസ് ഒക്കെ നോക്കാറുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഓക്കെ അത് ഇങ്ങനെ പറഞ്ഞാൽ ശരിയാകും എന്നുള്ളത് പറയുമ്പോൾ അത് ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റെഫർ ചെയ്തിട്ടാണോ വരാറ്? ഇല്ല, അത് സ്കിറ്റിനെ ബന്ധപ്പെടുത്തി കൗണ്ടർ കിട്ടും. അപ്പൊ അതൊന്ന് പറഞ്ഞു നോക്കും, കൊള്ളാമെന്ന് നോക്കും. ബാക്കി അവിടെ കുറെ കണ്ടസ്റ്റൻസ് കാണും, കൂട്ടുകാരന്മാര് കുറെ. അവരുമായിട്ട് അവരെ ഒന്ന് കളിച്ചു കളിക്കും. വെളിയിൽ ഞങ്ങളെ പോലെ കണ്ടസ്റ്റൻസിനെ കളിച്ചു കളിക്കും നമ്മുടെ കൂട്ടുകാരെ. അപ്പൊ അവര് ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചോദിച്ചു നോക്ക്, നല്ല ആയിരിക്കും എന്നൊക്കെ പറയും. അപ്പൊ അവരുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ച് കൗണ്ടർ അല്ലാതെ കിട്ടും അല്ലേ? ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ മഞ്ജു ചേച്ചി ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടുപേരും ചെറിയ കുട്ടികളാണ്, പക്ഷെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചിലപ്പോൾ വലിയ അമ്മാവന്റെ ക്യാരക്ടേഴ്സ് ചെയ്യും, ചിലപ്പോൾ ബംഗാളി മറ്റേ അങ്ങനെ പയ്യന്മാരുടെ ഒരു. അപ്പൊ ആ ഒരു ഇന്ന ആൾക്കാർ ഇങ്ങനെയാണല്ലോ, അപ്പൊ ഒരു ഒബ്സർവേഷൻ നടത്താറുണ്ട് നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങളെ കുറിച്ച്. അതെങ്ങനെയാ ആ ഒരു സ്റ്റേജ്? ഞങ്ങള് ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഇത് സ്കിറ്റ് എല്ലാം ഇരുന്ന് കാണും. ബമ്പർച്ചിരിയുടെ അല്ല, പൊതുവെ സ്കിറ്റ് ഇങ്ങനെ ഇരുന്ന് കാണുന്ന ടൈപ്പാണ്. അപ്പൊ അത് കണ്ട് കണ്ട് പഠിച്ചതാ. അപ്പൊ അതിനകത്തുള്ള അവര് ചെയ്യുന്ന വേഷം ഇങ്ങനെയല്ലേ, അപ്പൊ ഈ വേഷം ചെയ്യുന്നത് ഇങ്ങനെ യൂട്യൂബിൽ കൂടെ കണ്ടൊക്കെ കുറെ ചെയ്തതാണ്. ഇപ്പം അപ്പയും അമ്മയും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്? അവര് സ്കിറ്റ് കളിച്ച് കാണിക്കാന്ന് പറയും, കളിച്ച് കാണിക്കും. ഷൂട്ടിന് തലേ ദിവസമൊക്കെ ആകുമ്പോൾ ഞങ്ങളത് കളിച്ച് കളിക്കാമെന്ന് പറയും. അപ്പൊ അവരെ ഒന്ന് ചെയ്ത് കാണിക്കും. എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ തരുമോ? അപ്പനെ അമ്മ അങ്ങനെ ഇതൊന്നും പറയാറില്ല. നിങ്ങൾ കളിച്ചെന്ന് പറയും, ഇങ്ങനെ നോക്കി അങ്ങിരിക്കും, വേറെ ഒന്നും പറയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ഇപ്പം തോന്നുന്നു കുറെ വർഷമായല്ലോ. അപ്പം സീസൺ 2 എന്ന മെമ്പർഷിപ്പിലും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഒരു കരിയറിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കിറ്റ് നിങ്ങളുടെ ഏതാണ്? അതേപോലെ തന്നെ നിങ്ങൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഒക്കെ ഉണ്ടാവും? മറ്റേ ഗോൾഡൻ അടിച്ചത് ടയർ കട ഷൈൻ ടോം ചാക്കോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷൈൻ ടോം ചാക്കോ വളരെ ഹിറ്റാണ്. അത് ഇപ്പോഴും നമ്മളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർന്നിട്ട് എന്തെങ്കിലും ഇരുന്ന് കണ്ടിച്ചിരിക്കുന്ന അത്രയും എനിക്ക് തോന്നുന്നു നിങ്ങളെ കുറച്ചുകൂടി കൂടുതൽ ജനകീയ ആക്കിയത് അവരുടെയൊക്കെയാണ്. അവരെന്തെങ്കിലും നിങ്ങളെ പിന്നെ വിളിച്ച് കണ്ട് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടേ സംസാരിക്കും? യൂട്യൂബിൽ ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ ഒരു ചേച്ചി ഈ ഷൈൻ ചേട്ടൻ അയച്ചു കൊടുത്തായിരുന്നു. അപ്പൊ വാട്സപ്പിൽ ഇങ്ങനെ കാണിച്ചു തന്നു, അടിയില് ഉമ്മെന്ന് ഇട്ടിട്ടുണ്ട്, കാണാൻ മെസ്സേജ് കണ്ടിട്ട് ഉമ്മെന്ന് ഇട്ടിട്ടുണ്ട്. ഏത് ഉമ്മെന്ന് അറിയത്തില്ല. അപ്പൊ അതേപോലെ വേറെ അവിടെ ചിലവര് പറയും
ഇവരെ പേടിപ്പിക്കും ചിലവര്. നിന്നെയൊക്കെ ഈ പുള്ളി കാണാനിരിക്കുക ഇതാന്ന് പറയും. ഇവര് പക്ഷെ പേടിയില്ല, ഞാനാണെന്ന് പറഞ്ഞ് ഓടിക്കളയല്ലോ. അധികം നീയാണോ ഷൈനെ കാണിക്കാം? ഇവനെ ഞാനല്ല. ആങ്കർ അല്ലെങ്കിൽ ലേഡി ആങ്കറും അതേപോലെ തന്നെ മറ്റേ ഓക്കെ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇപ്പൊ സ്കിറ്റിൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കാണിക്കാനുണ്ടോ ഷൈന്റെ? എന്തെങ്കിലും ഒരു മാനറിസം ഒക്കെ കാണിക്കാൻ പറഞ്ഞ? ഇങ്ങനെ തന്നെ കസാരയിലൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനൊക്കെ ഇരിക്കുക, ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനൊക്കെ മറ്റേ രീതിയിലൊക്കെ ഇരിക്കാൻ. പുള്ളിക്കാരന്റെ ഇന്റർവ്യൂസ് അപ്പൊ എപ്പോഴും കാണാറുണ്ടോ? അത് കണ്ടിട്ടാണ് അതാദ്യമേ ഇരുന്ന് ഞാൻ കുറെ പ്രാവശ്യം കണ്ട് എങ്ങനെ ഇതാന്ന് നോക്കി. സംഭവം മനസ്സിലായി, ഇങ്ങനെ ഇച്ചിരി ഈ രീതിയിലുള്ള അങ്ങനെ കളിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഈ തൊപ്പിയിട്ട് വരുന്ന സംഭവം അതൊക്കെ ഈ ഫോൺ വലിച്ചെറിയുമ്പോ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റിൽ ആഡ് ചെയ്യുമ്പോ? ഇതില് ചെയ്തപ്പോ അതിന് നല്ല ചിരി ഉണ്ടായിരുന്നു, ഫോൺ വലിച്ചെറിയുന്നത്. അത് ഞാൻ കണ്ട്, അത് ഹിറ്റായ ഒരു സാധനമായിരുന്നു ഫോൺ വലിച്ചെറിയുന്നത്. അപ്പൊ അതിനെ വെച്ച് ഇത് ചെയ്യാമെന്ന് നോക്കി. ഇപ്പഴാ എറിഞ്ഞിട്ട് ബാക്കി വശം നമ്മളെ കാണിക്കുന്നില്ലല്ലോ. അപ്പൊ ക്യാമറ കട്ട് ചെയ്തിട്ട് പോയിരുന്ന് കരഞ്ഞിട്ട് അത് എടുത്തോണ്ട് വരുന്നതായിട്ട് കാണിക്കും. അതൊന്നും എനിക്ക് കാണിച്ചു തരും, അത് നല്ല രസമായിരുന്നു. ചേട്ടാ, അപ്പൊ ചേട്ടന്റെ ഫോൺ ഇഷ്ടമാണ്? ചേട്ടന്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഇഷ്ടമാണ്? അത് ഈ ഫോണോ? ഈ ഫോണാണോ? വിഷയമുള്ള കാര്യമൊന്നുമില്ലല്ലോ. അയ്യോ ചേട്ടാ, ഞാനൊരു ഫണ്ടിന് ചോദിച്ചതാ. നമുക്ക് ഫോൺ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മള് ഫോൺ കൊണ്ട് എന്തോ ഉപയോഗം? ഫോൺ വിളിക്കാന്നുള്ളേ ഉള്ളൂ. അത് വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടായാലും അതും പറ്റും. ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ചേട്ടാ ഞാൻ സാരില്ല, ക്യാമറ ഒന്ന് കട്ട് ചെയ്യണം. എന്റെ 1 ലക്ഷം രൂപയുടെ ഫോൺ പോയി. ആക്ഷൻ. ഫോണും കൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ലല്ലോ. കണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, നൈസ് ആയിരുന്നു. അപ്പൊ എന്തായാലും പിന്നെ വേറെ ആരെങ്കിലും വിളിച്ചിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടോ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതിപ്പോ ഞങ്ങള് സ്കിറ്റ് കളിക്കുമ്പോ ഗസ്റ്റ് ആയിട്ട് കുറെ പേര് വരും. അവര് പറയും നല്ല ഇവന്മാരുടെ പരിപാടി ഞാൻ കാണാറുണ്ടെന്നൊക്കെ. അത് എന്തായാലും ഉണ്ട്, കാരണം നമ്മളാണെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കുറെ എപ്പിസോഡിൽ ഒന്ന് ബബ്ബർ ചിരിയിലുള്ള എപ്പിസോഡിൽ ഒരു മെയിൻ എപ്പിസോഡ് നിങ്ങളുടെ എന്തെങ്കിലും ഒക്കെ ഉള്ളൊരു സ്കിറ്റ് ആയിരിക്കും. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയാറ്? ടീച്ചേഴ്സൊക്കെ സപ്പോർട്ടാണ്. ക്ലാസ് കട്ട് ചെയ്യുമ്പോഴോ പറയും ഇങ്ങനെ പരിപാടി കാണും. ടീച്ചേഴ്സ് പറയും കുഴപ്പമില്ല, നമുക്ക് നോട്ട്സ് ഒക്കെ എഴുതിയെടുത്താൽ മതി എന്ന് പറയും. താങ്ക് യു സോ മച്ച്. അപ്പൊ രണ്ടുപേർക്കും ഞാൻ ബെസ്റ്റ് വിഷസ് നേരാണ്. ഓക്കെ.